വെള്ളത്തിലിട്ട് ഉണങ്ങി പോകുമ്പോൾ അപ്പുറത്ത് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് ഞാൻ തൊട്ടടുത്തേക്ക് കൊണ്ടുപോയിട്ടിട്ട് ഈ പണ്ട് തീർത്ത ഗണപതിയുടെ ഒരു വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹത്തിന്റെ പുറത്തു മുമ്പിൽ കൊണ്ടിട്ടിട്ട് തേങ്ങ ഉടയ്ക്കാനായിട്ട് ഈ കല്ലിൽ കൊണ്ടുപോയിട്ടു. എനിക്ക് തോന്നുന്നത് അമ്പലം പണിയുടെ കാലം തൊട്ട് അതിന്റെ ആരംഭം മുതൽ ഏകദേശം 100-150 വർഷങ്ങളായിട്ട് എന്നും തേങ്ങയടി കൊണ്ട് വേദനിക്കാനായിട്ട് ഒരു കല്ലവിടെ കിടപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളോട് എനിക്കൊരു പറയാനുള്ളത്, ഇവിടുത്തെ സാറുമാരും ടീച്ചർമാരും അല്ലെങ്കിൽ നിങ്ങളുടെ ആശുമാരും എല്ലാവരും നിങ്ങളോട് പല ഉപദേശങ്ങളും പല കാര്യങ്ങളും പറയുമ്പോൾ അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് നിങ്ങൾ സഹിച്ചാൽ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ല എല്ലാവരും പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവര് രണ്ടുപേരും കൂടാതെ തന്നെ ഒരാളുടെ കൂടെ നിങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് ഇന്ന് നമ്മുടെ ചോദ്യോത്തര ഉത്സവത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു സിനിമ എന്താണ് റിലീസ് ആവുന്നതിൽ എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും നട്ടയെ പോലെ നമുക്കൊരു പ്രൊഡക്ഷൻ ടീം വേണം. ദാറ്റ് ഈസ് നമ്മുടെ ഈ ഒരു സിനിമ പടക്കുതിര ജാതി. സോ ഹലോ മാം, അപ്പോൾ ഇന്ന് മാം ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലേഡീസ് ആണ്, സ്ത്രീകളാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഔട്ടുള്ളത്. അപ്പോൾ ഇത് കുടുംബ സിനിമയാണെന്ന് തെളിഞ്ഞില്ലേ? ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീധരൻ്റെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവരുടെ സുഹൃത്താണ് സമയം. സമയത്തിൻ്റെ വൈഫും കുട്ടിയും ത്രൂ ഔട്ട് സെറ്റിലാണ്. ഞങ്ങളെല്ലാം വളരെ എൻജോയ് ചെയ്ത് പിന്നെ ഈ സ്കൂളിൽ ഈ വർഷം ബോർഡ് എക്സാം എഴുതാൻ തയ്യാറായിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും വിദ്യാശംസകൾ അറിയിക്കുന്നു പടക്കുതിര ടീമിൻ്റെ പേരിൽ. ഈ പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പരീക്ഷ, പേടി, ടെൻഷൻ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മുടെ സിനിമ പടക്കുതിര. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഒരു പ്രേക്ഷക എന്ന നിലയിലും ആസ് എ പ്രൊഡ്യൂസർ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാവരും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കാണണ്ട. പരീക്ഷ ടെൻഷൻ, എല്ലാവർക്കും പരീക്ഷ ടെൻഷൻ ഭയങ്കരമാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ട് പോയി സിനിമ കാണാൻ എല്ലാവരും നന്നായി പഠിക്കുക. അല്ലെങ്കിൽ 10th പ്ലസ് 1 ടൈമുണ്ട്. മാർച്ചിലല്ലേ എക്സാം വരുന്നത്. എന്തായാലും ജാനുവരി 31 ഫെബ്രുവരി. ഞാൻ ഈ സമയത്ത് നരസിംഹം പോയി കണ്ടത് 2000 ജനുവരി 26. അതുകൊണ്ട് മാർക്ക് കിട്ടിയില്ലേ? മാർക്ക് നരസിംഹം കണ്ടുകൊണ്ടല്ല കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ 3 പേര് ഇന്നത്തെ ഒരു ദിവസത്തിൽ. കാരണം നമ്മുടെ ജ്യോതിസിന്റെ ഉത്സവം തന്നെ രാവിലെ മുതൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമിലാണ് നിങ്ങളെ നമുക്കിതാ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തതായിട്ട് ഈ ഒരു വേദിയിൽ ഒരാളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂളിൻ്റെ ചെയർമാൻ മിസ്റ്റർ ജ്യോതിഷ് ചന്ദ്രൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എല്ലാവർക്കും നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്ന് നമ്മുടെ ഈ വേദി അലങ്കരിക്കുന്നതിനായിട്ട് വളരെ ചെറിയ ഒരു പയ്യനെന്ന് ഞാൻ പറയും എന്നെ സംബന്ധിച്ച്. പക്ഷേ എന്നാൽ വലിയൊരു പയ്യനാണെന്ന് സിനിമകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തെളിയിക്കാൻ പോകുന്ന ഒരു പുതിയ സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെയും സംവിധായകൻ്റെയും ഒപ്പം അജു വർഗീസിനെ നമുക്ക് ഇവിടെ കിട്ടിയത്